പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യം. അവർ പോകുമ്പോൾ ഷീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ എല്ലാവരും ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണല്ലോ. ഭാരമേറിയ കുരിശുമായി പോകുമ്പോൾ യേശു പല തവണ വീഴുന്നു. എന്നാൽ യേശു പിറുപിറുത്തതായിട്ട് എവിടെയും കാണുവാൻ കഴിയുന്നില്ല. കുരിശിനെ അത് ഉപേക്ഷിച്ചതുമില്ല. വീണിടത്തു നിന്നും കുരിശിനു വീണ്ടും ചുമലിലേറ്റി നടക്കുന്ന ആ ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് മരിച്ചാലോ എന്ന് കരുതി കുറേനക്കാരനായ ഷീമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, കാൽവറി യാത്രാനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് നാം തനിയെ ഭാരങ്ങൾ ചുമക്കുമ്പോൾ സഹായത്തിനായി ഒരു ഷീമോനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നാണ്. മറ്റൊന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം കരയണമെന്നാണ്. യേശു തൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീകളോട് നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. പ്രിയരെ, ഇങ്ങനെ പറയുവാൻ കാരണം ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാം അറിയാവുന്ന കർത്താവ് മുന്നമേ ഇതെല്ലാം പറഞ്ഞു. അവർ ദൈവത്തെ മറന്ന് ക്രൂശ് മറന്ന് ജീവിക്കുകയാണ്. പ്രിയരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനമെന്ന പാൽ കൊടുത്തു വേണം വളർത്തുവാൻ കഴിയേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ദൈവവചനത്തിൽ വേരൂന്നി മാതൃകയുള്ളവരായി ആ ക്രൂശ് ലക്ഷ്യം വെച്ചായിരിക്കും നടക്കുന്നത്. കാൽവറി ക്രൂശിലെ അനുഭവം എല്ലാവിധ ബലികളുടെയും ഒരു പൂർത്തീകരണമാണ്. നോക്കൂ, അബ്രഹാം ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? എപ്പോഴും അപ്പനോട് കൂടെ നടന്ന തൻ്റെ മകൻ അറിയാം ഹോമയാഗം കഴിക്കുവാൻ ഒരു ആട്ടിൻകുട്ടി ആവശ്യമാണെന്ന്. പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ആരാധനയ്ക്ക് ഇരിക്കേണ്ടത്, ആരാധനയിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം ആരാധനയിൽ സ്തുതി കരയേറ്റേണ്ടതെന്നൊക്കെ അവർക്ക് പരിചയമാകണം. നോക്കൂ, അപ്പാ, തീയും വിറകുമുണ്ടെന്ന ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് പിതാവിനോട് തൻ്റെ മകൻ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പുതിയ നിയമത്തിൽ നാം കടക്കുമ്പോൾ മരുഭൂമിയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം യേശുവിനെ കണ്ടു വിളിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. പ്രിയരെ, ഈ കുഞ്ഞാടാകുന്ന യേശു നമുക്കായി ബലിയായി തീർന്നത് കൊണ്ട് ഇനി യാതൊരു ബലിയുടെയും ആവശ്യമില്ല. ഹല്ലേലൂയ. നാം ആ ക്രൂശ് നോക്കുക. നാം നമുക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുവിനെ നോക്കുക. കാൽവറി ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കയ്പുനീരിൻ്റെ അനുഭവമാണ്. അത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അനുഭവമാണ്. എല്ലാം പൊറുക്കുകയും എല്ലാം ക്ഷമിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. മാതാപിതാക്കന്മാരെ കരുതുവാൻ പഠിപ്പിക്കുന്ന നല്ലൊരു അനുഭവം. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർണ്ണമായി ചെയ്ത് എല്ലാം നിവർത്തിയായെന്ന് ദൈവത്തോട് പറയുവാൻ നമ്മെ പഠിപ്പിക്കുന്ന നല്ലൊരു അനുഭവം. ഹല്ലേലൂയ. പ്രിയരേ, യേശുവിൻ്റെ മരണം മൂലം മാനവകുലത്തിന് വീണ്ടെടുപ്പ് സാധ്യമായി. യേശുവിൻ്റെ കൃപാസനത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും ജാതിമത ഭേദമന്യേ കടന്നു വരുവാൻ സാധിക്കും. നോക്കൂ, നോഹയുടെ പെട്ടകത്തിൽ നോഹയ്ക്കും വീട്ടുകാർക്കും ഒഴികെ ആർക്കും കയറുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അനുസരണക്കേട്. പറഞ്ഞത് കേൾക്കുവാൻ അവർ മനസ്സ് വച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് നാം
പലതരത്തിലും ദൈവവചനങ്ങൾ കേൾക്കുന്നു. ഏതിലൂടെയൊക്കെ കേൾക്കുന്നു, എവിടെയൊക്കെ കേൾക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നാം എത്രമാത്രമാണ് വചനം അനുസരിക്കുന്നത്? യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ കൃപാസനത്തിൽ വാതിൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും അടയാൻ സാധ്യതയുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം അതിൽ കയറുവാൻ ഒരുക്കമാണോ? നമ്മുടെ കുടുംബത്തെ കയറ്റുവാൻ ഒരുക്കമാണോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. ഇത് കൃപയുടെ കാലഘട്ടമാണ്, രക്ഷയുടെ കാലഘട്ടമാണ്, സുപ്രസാദ കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഏതു നേരത്തും കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധി നമുക്കായിത്തീരാം. ആ പെട്ടകത്തിൽ കയറുവാൻ നാം ഒരുക്കമുള്ളവരായിത്തീരാൻ. ഏത് നേരത്തും ഹല്ലേലൂയ വാതിൽ അടയ്ക്കുവാൻ ഒരുക്കത്തോടിരിക്കുമ്പോൾ ആ പാദപീഠത്തിൽ, ആ ഹല്ലേലൂയ പെട്ടകത്തിൽ നാം ആയിത്തീരണം. പ്രിയരേ മക്കളെ, നുറുങ്ങിയ ഹൃദയവുമായി ആ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് യേശു സൗജന്യമായി നൽകുന്ന ആ രക്ഷയെ നമുക്ക് സ്വന്തമാക്കാം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എല്ലാവരും ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ആ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നാം ഓരോ ദിനവും അത് ചിന്തിക്കുക. എന്നെ വീണ്ടെടുക്കുവാൻ അവസാന തുള്ളി രക്തം പോലും എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിലേറിയത്. പ്രിയ ദൈവമക്കളെ, നമ്മെ തന്നെ ദൈവ മുമ്പാകെ സമർപ്പിക്കാം. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. ക്രൂശിന്റെ സമയം പലരും കർത്താപ്പച്ചനെ നോക്കി തലകുലുക്കി. ഹല്ലേലൂയ. ദുഷിക്കുകയും പറയുകയൊക്കെ ചെയ്തു. പ്രിയരെ, ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ പഴിയും ദുഷിയൊക്കെ കേൾക്കേണ്ടി വരും. എങ്കിലും ആ ക്രൂശ് നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ പിറുപിറുത്തില്ല. ഹല്ലേലൂയ. പലരും പരിഹസിക്കുകയും ദുഷിക്കുകയൊക്കെ ചെയ്തിട്ട് ഹല്ലേലൂയ നമുക്കറിയാമല്ലോ. അതായത് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, സുവിശേഷങ്ങളെല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നിറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇവന് പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. പ്രിയ മക്കളെ, പലരും നമ്മെ ദുഷിക്കും. ദൈവപാദപീഠത്തിൽ ദൈവസന്നിധി ഇത്രയും നാളായിട്ട് നിനക്ക് എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. പ്രിയരെ, ഹല്ലേലൂയ. നാം ആ ക്രൂശ് നോക്കുക. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ വരവാണ്. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രൂശ് ഭാരമേറിയതാണ്. അതിലൂടെ കടന്നു പോകണമെങ്കിൽ വളരെയധികം തിക്താനുഭവങ്ങൾ നമുക്ക് ഹല്ലേലൂയ നേരിടേണ്ടി വരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ഹല്ലേലൂയ ഭാരത്തോട് പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ കർത്താവേ ആ ക്രൂശ് നോർക്കുവാനുള്ള കൃപ കൊടുക്കണമേ. കർത്താപ്പച്ച ഓരോ മക്കൾക്കും ഹല്ലേലൂയ വേദനയോട് ഭാരത്തോടെ ഇരിക്കുന്ന മക്കളുടെ മേൽ അപ്പന്റെ കരം നീട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ ഷീമോനെ കർത്താവപ്പച്ച ഒരുക്കി കൊടുക്കണം. കർത്താവേ, ഭാരങ്ങൾ മാറ്റുവാൻ അപ്പച്ചൻ ഓരോരുത്തരെ ഒരുക്കി കൊടുക്കണം. ദൈവത്തിന്റെ കരത്തിലേക്ക് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുവാണ്. ഇന്നത്തെ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യണം. ഓരോരുത്തരുടെയും ജീവിതത്തിലത്തെ വചനം വലിയ അനുഗ്രഹമായി തീരുവാൻ, അവരവരുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ, ആ രക്ഷയുടെ പെട്ടകത്തിൽ കയറുവാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.